അപ്പൊ ഇന്നത്തെ നമ്മുടെ വിഷയം 2025 മെയ് മാസത്തിലുള്ള ഇന്ത്യ പാക് യുദ്ധമാണ്. ഒരു താത്വിക അവലോകനം, അതായത് നഷ്ടം, വിജയം എങ്ങനെയാന്നുള്ളത്. അപ്പൊ ഇന്ത്യയുടെ വിജയം നോക്കാം നമുക്ക്. ഇന്ത്യയുടെ വിജയം എന്ന് വെച്ചാല് ഒരു ദിവസം കൊണ്ട് പാകിസ്ഥാനെ അടിച്ചിട്ടു. 2, പാകിസ്ഥാന്റെ ചൈന, തുർക്കി, അമേരിക്ക ആയുധങ്ങൾ എല്ലാം മോശമാണെന്ന് നമ്മൾ തെളിയിച്ചു. അതിനകത്തുള്ളത് എയർ ഡിഫൻസ്, ചൈനയുടെ HQ-9, പിന്നെ തുർക്കിയുടെ ഡ്രോൺ, ചൈനയുടെ മിസൈല്, അമേരിക്കയുടെ വിമാനം എന്നിവ തകർത്തു. അമേരിക്കയുടെ വിമാനം F-16, ചൈനയുടെ J-70 2 വിമാനം, അമേരിക്കയുടെ ഒരു വിമാനമാണ് തകർത്തത്. ഈ 3 രാജ്യങ്ങളുടെയും ആയുധങ്ങൾക്ക് ആഗോള മാർക്കറ്റിൽ വിശ്വാസം പോയി. ഭാവിയിലേക്ക് ഇനി സെയിൽസ് അവർക്ക് പറയും. മൂന്നാമത്തെ, ഇന്ത്യയുടെ ഡിഫൻസ് ലോകത്തെ ഏറ്റവും മികച്ചാണെന്ന് നമ്മൾ തെളിയിച്ചു. കാരണം ഒരു ദിവസം 400-ഉം ഒരു ദിവസം 200 അടുപ്പിച്ചാണ് മിസൈൽ ആൻഡ് ഡ്രോൺസ് ഇങ്ങോട്ട് വന്നത് പാകിസ്ഥാൻ. അത് നമ്മൾ തകർത്ത് കളഞ്ഞു. പിന്നെ പാകിസ്ഥാന്റെ ഉള്ളിലെ വിഷയം എന്ന് വെച്ചാല് അവിടെ ഒരു ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞൊരു വിഷയമുണ്ട്. കാരണം ആ രാജ്യത്തിന്റെ ഉള്ളിലുള്ള ഒരു സംഘടന അവർക്ക് പുതിയ രാജ്യം വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് സ്വാതന്ത്ര്യം നേടിയെന്നാണ് അവർ പറയുന്നത്. പിന്നെ ബാക്കി കാര്യങ്ങൾ മറ്റുള്ള രാജ്യങ്ങൾ അംഗീകരിച്ചാൽ മാത്രമേ അവർക്ക് എംബസി തുറക്കാനും കാര്യങ്ങളൊക്കെ അവർക്ക് പറ്റുള്ളൂ. ഭാവിയിലേക്ക് എല്ലാ രാജ്യങ്ങളും അവരെ അംഗീകരിച്ച് എംബസി തുറക്കാൻ ഉള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് കരുതുന്നു. പിന്നെ ഇന്ത്യക്കുണ്ടായ നഷ്ടം ഫസ്റ്റ് നമ്മൾ കണ്ടതാണ്. അന്നത്തെ ദിവസം ഒരു ദിവസം കൊണ്ട് നമുക്ക് പാകിസ്ഥാനെ തീർക്കാൻ കഴിയും എന്നുള്ള ഒരു അവസരം വന്നതാണ്. നമ്മൾ നഷ്ടപ്പെടുത്തി. കാരണം ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെ ഒരു രാജ്യത്തെ തകർക്കാന്ന് വെച്ചാൽ, അന്ന് തന്നെ കരസേന കയറി അവരുടെ ഡിഫൻസ് എല്ലാം തകർത്ത്, വിമാനം എല്ലാം മൊത്തം തകർത്ത്, പാർലമെന്റ് അടക്കം തകർക്കണമായിരുന്നു. അപ്പൊ അത് തകർത്തില്ല. അപ്പൊ അതിന്റെ ഒരു നഷ്ടമായിട്ട് നമുക്ക് കണക്കൂട്ടാം. ഇനി പാകിസ്ഥാന്റെ നേട്ടം, അവര് തോൽക്കുമെന്ന ഘട്ടം വന്നപ്പോൾ യുദ്ധം നിർത്താൻ ആഗ്രഹിച്ച് ഇന്ത്യ വിളിച്ചപ്പോൾ തന്നെ ഇന്ത്യ അത് സമ്മതിച്ചു. അങ്ങനെ അവർക്ക് യുദ്ധം നിർത്താൻ സാധിച്ചു. അവര് ഫുൾ തകരാതെ രക്ഷപ്പെട്ടു എന്ന് പറയാം. പിന്നെ ചൈന, തുർക്കി എന്നിവ സൈനികമായി പിന്തുണ നൽകില്ല എന്ന് അവർക്ക് മനസ്സിലായി. അതൊരു അറിവാണ് അവർക്ക് കിട്ടുന്നത്. കാരണം ഭാവിയിലേക്ക് മുൻകൂട്ടി അവർക്ക് കാണാൻ കഴിയും. അതായത് അതൊരു നേട്ടം തന്നെയാണ്. നേട്ടത്തിന്റെ കൂട്ടിൽ കണക്കിൽ നമുക്ക് പെടുത്താൻ പറ്റുള്ളൂ. പിന്നെ അവർക്ക് നഷ്ടം വന്നത് 3 വിമാനം പോയി. വിമാനത്തിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ചൈനയുടെ F-17-ഉം J-17-ഉം അമേരിക്കയുടെ F-16-ഉം നഷ്ടപ്പെട്ടു. അവരുടെ 3 എയർബേസ് പോയി. എയർ സിസ്റ്റം HQ-9 ഇന്ത്യ തകർത്തു. പിന്നെ അവരുടെ ആയുധങ്ങൾ ഒന്നിനും കൊള്ളാത്തതാണെന്ന് അവർക്ക് തന്നെ മനസ്സിലായി. അതായത് പുറമേ നിന്ന് വാങ്ങിയ
ആയുധങ്ങൾ. പിന്നെ അവരുടെ തലസ്ഥാനം ഇസ്ലാമാബാദിൽ ബോംബ് വീണു. അത് അവർക്കൊരു നാണക്കേടുണ്ടാക്കി. കാരണം ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി ഉള്ളത് ഓരോ രാജ്യത്തിനും തലസ്ഥാനമായിരിക്കും. കാരണം അവിടെയാണ് ഏറ്റവും കൂടുതൽ ഡിഫൻസ് ഉണ്ടാകുക. കൂടാതെ അവർക്ക് ഇന്ത്യയിൽ അണുബോംബ് ഇടാൻ കഴിയില്ലെന്ന് മനസ്സിലായി. കാരണം ഇത്രയും ഡിഫൻസ്, അതായത് ഒരു ഇത്രയും മിസൈൽ അയച്ചിട്ടും ഒരു മിസൈൽ ഇന്ത്യയിൽ എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. എല്ലാ ആകാശത്ത് വെച്ച് തകർത്ത്. അവർക്ക് 500, 1000, 2000, 3000 കിലോമീറ്റർ പോകാൻ ശേഷിയുള്ള മിസൈലുകൾ ഉണ്ട്. അതിലെല്ലാം അണുബോംബ് ഘടിപ്പിക്കാം, കൂടാതെ വിമാനത്തിലും. പിന്നെ ഇനി സംഭവിക്കാൻ സാധ്യതയുള്ള, അതായത് ഇന്ത്യയിൽ അണുബോംബ് ഇടണമെന്ന് അവർക്ക് ആഗ്രഹം അത്രയ്ക്കുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ആകെയുള്ളത് 130 അണുബോംബുകളാണ്. അത് കുറെ എണ്ണം മിസൈലിലും ഘടിപ്പിച്ച് ഓൾറെഡി വെച്ചിട്ടുണ്ട്. അത് എല്ലാ രാജ്യങ്ങളും വെക്കുന്നതാണ്. പിന്നെ ഉള്ളതാണ് വിമാനത്തിൽ അയക്കുന്നത്. വിമാനത്തിൽ അയച്ചാലും മിസൈലിൽ അയച്ചാലും ഈ 130 എണ്ണം ഒരുമിച്ച് വിട്ടാൽ അത് ഇന്ത്യ തകർക്കുകയും ചെയ്യും. 1 or 2 ഒക്കെ ചിലപ്പോൾ നമ്മുടെ ഭൂമിയിലേക്ക് വന്നെന്നിരിക്കും. ചിലപ്പോൾ അതിനകത്ത് വരുന്നത് എന്ന് വെച്ചാല് മെയിൻ സിറ്റികളാണ് വരിക. അതായത് വിമാനവാഹിനി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേർന്ന് ഉള്ള സംഭവങ്ങളുണ്ട്. ആയുധശേഖരം, പിന്നെ തുറമുഖം, പിന്നെ കൂടുതൽ ജനസംഖ്യയുള്ള സിറ്റികൾ, മെയിൻ സിറ്റികൾ, അങ്ങനെയായിരുന്നു വരുന്നത്. അപ്പൊ അതിനകത്ത് മെയിൻ ഡൽഹി, മുംബൈ, കൊച്ചി, ബാംഗ്ലൂർ, മുംബൈ, ഇതൊക്കെ ഈ 500, 1000, 2000 കിലോമീറ്റർ ഉള്ള റേഞ്ചിലുള്ള മിസൈൽ മതിയാവും. 3000 കിലോമീറ്റർ സ്പീഡുള്ള റേഞ്ചിലുള്ള മിസൈൽ മുംബൈ അല്ല, ബാംഗ്ലൂർ, കൊച്ചി, ചെന്നൈ, ഹൈദരാബാദ് എന്നിവയിലേക്ക് അയക്കാൻ അവർക്ക് സാധിക്കും. അതായത് ഈ 130 വിട്ടാൽ 1-2 വരുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ബാക്കിയുള്ളത് ഒരു 120 ആണെങ്കിലും 128 മിസൈൽ ഘടിപ്പിച്ച, വിമാനത്തിൽ ഘടിപ്പിച്ച അണുബോംബാണെങ്കിലും അത് ഇന്ത്യൻ ഡിഫൻസ് തകർത്ത് അവിടെ തന്നെ പാകിസ്ഥാന്റെ ഭൂമിയിൽ തന്നെ ഇടുന്നതാണ്. അപ്പൊ അത്ര അണുബോംബ് താങ്ങാനുള്ള ശേഷി അവർക്ക് തന്നെ ഉണ്ടാവില്ല, മൊത്തമായിട്ട് നശിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ നമുക്ക് ഒരു താത്വിക അവലോകനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായ കാര്യങ്ങള്. അപ്പൊ ഭാവിയിലേക്ക് ഇന്ത്യ യുദ്ധം ചെയ്യുകയാണെങ്കിൽ ഒറ്റയടിക്ക് തന്നെ എല്ലാം തീർത്ത് ചെയ്യണം. അല്ല, പതുക്കെ ചെയ്തിട്ട് കാര്യമില്ല എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. കൂടാതെ ചൈന ബോർഡർ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഇതാണ് മനസ്സിലായത്. ഭാവിയിലേക്ക് നമുക്ക് കൂടുതൽ വീഡിയോ ഇടുന്നതാണ്. അപ്പൊ ഇതെന്ന് വെച്ചാൽ ഇന്ത്യ പാക് യുദ്ധത്തിലെ ഈ അവസ്ഥയിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഓക്കെ, താങ്ക് യു.